ധനികൻ ദേവാലയ ഭണ്ഡാരത്തിൽ നേർച്ചയിടുന്നത് കണ്ടപ്പോൾ ഈശോ ആരെയാണ് ശ്രദ്ധിച്ചത്? ധനികരായ സ്ത്രീകളെ, ദരിദ്രയായ ഒരു വിധവയെ, സൈനികരെ, കച്ചവടക്കാരെ? ഉത്തരം ദരിദ്രയായ ഒരു വിധവയെ. ദരിദ്രയായ വിധവ ദേവാലയത്തിൽ എത്ര ചെമ്പ് തുട്ടുകളാണ് ഇട്ടത്? 1, 2, 3, 4. ഉത്തരം 2. വിധവയുടെ സംഭാവനയെക്കുറിച്ച് ഈശോ എന്താണ് പറഞ്ഞത്? അവൾ കൂടുതൽ പണമുണ്ടായിരുന്നില്ല. അവൾ മറ്റുള്ളവരെക്കാളും കൂടുതൽ നിക്ഷേപിച്ചിരിക്കുന്നു. അവളുടെ സംഭാവന ചെറുതാണ്. അവൾ അറിവില്ലായ്മ കൊണ്ടാണ് അത് ചെയ്തത്. ഉത്തരം അവൾ മറ്റെല്ലാവരേക്കാളും കൂടുതൽ നിക്ഷേപിച്ചിരിക്കുന്നു. ധനികർ എങ്ങനെയാണ് സംഭാവന ചെയ്തത്? അവരുടെ ദാരിദ്ര്യത്തിൽ നിന്നും, അവരുടെ സമൃദ്ധിയിൽ നിന്ന്, അവരുടെ വരുമാനത്തിൻ്റെ ഒരു ചെറിയ ഭാഗം നിർബന്ധിത സംഭാവനയായി. ഉത്തരം അവരുടെ സമൃദ്ധിയിൽ നിന്ന്. വിധവ തൻ്റെ ഉപജീവനത്തിനുള്ള വക മുഴുവനും നിക്ഷേപിച്ചു എന്ന് പറയുന്നതിലൂടെ എന്താണ് അർത്ഥമാക്കുന്നത്? അവൾക്ക് വേറെ വരുമാനമുണ്ടായിരുന്നു. അവൾ സമ്പന്നയായിരുന്നു. അവളുടെ കൈവശം ഉണ്ടായിരുന്നതെല്ലാം അവൾ നൽകി. അവൾക്ക് മറ്റൊരാൾ സഹായം നൽകി. ഉത്തരം അവളുടെ കൈവശം ഉണ്ടായിരുന്നതെല്ലാം അവൾ നൽകി. ദേവാലയത്തെക്കുറിച്ച് ആളുകൾ എന്താണ് പറഞ്ഞത്? അത് ചെറുതും ലളിതവുമാണ്. അത് വിലയേറിയ കല്ലുകളാലും കാണിക്ക വസ്തുക്കളാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നുവെന്ന്, അത് പുതുക്കി പണിയേണ്ടതുണ്ടെന്ന്, അവിടെ ആളുകൾ കുറവാണെന്ന്. ഉത്തരം അത് വിലയേറിയ കല്ലുകളാലും കാണിക്ക വസ്തുക്കളാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നുവെന്ന്. ദേവാലയം തകർക്കപ്പെടുന്നതിനെക്കുറിച്ച് ഈശോ പ്രവചിച്ചത് എന്താണ്? അത് ഭാഗികമായി തകർക്കപ്പെടുമെന്ന്, കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടുമെന്ന്, അത് പുനർനിർമ്മിക്കപ്പെടുമെന്ന്, അതൊരിക്കലും തകരില്ലെന്ന്. ഉത്തരം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടുമെന്ന്. അടയാളങ്ങളെക്കുറിച്ച് ശിഷ്യന്മാർ ഈശോയോട് എന്ത് ചോദ്യമാണ് ചോദിച്ചത്? എപ്പോഴാണ് ദേവാലയം പണിയുക? ഇതെല്ലാം എപ്പോഴാണ് സംഭവിക്കുക എന്നും, അടയാളം എന്താണ് എന്നും, ആര് ഇത് ചെയ്യുമെന്നും, എന്തിനു ചെയ്യുമെന്നും, അവൾക്ക് എങ്ങനെ കൂടുതൽ പണം ലഭിക്കുമെന്നും. ഉത്തരം ഇതെല്ലാം എപ്പോഴാണ് സംഭവിക്കുക എന്നും, അടയാളം എന്താണ് എന്നും. അനേകർ ഈശോയുടെ നാമത്തിൽ വരുമെന്നും താനാണ് ക്രിസ്തുവെന്ന് പറയുമെന്നും ഈശോ മുന്നറിയിപ്പ് നൽകിയത് എന്തിനാണ്? ആളുകളെ വിശ്വസിപ്പിക്കാൻ, ആളുകളെ വഴിതെറ്റിക്കാതിരിക്കാൻ, ആളുകളെ ഭയപ്പെടുത്താൻ, പുതിയ അനുയായികളെ നേടാൻ. ഉത്തരം ആളുകളെ വഴിതെറ്റിക്കാതിരിക്കാൻ. യുദ്ധങ്ങളെയും കലഹങ്ങളെയും കുറിച്ച് കേൾക്കുമ്പോൾ ഭയപ്പെടരുത് എന്ന് ഈശോ പറഞ്ഞത് എന്തുകൊണ്ട്? അവ അപ്രധാനമായതുകൊണ്ട്. അവയെല്ലാം ആദ്യം സംഭവിക്കേണ്ടതാണ്, എന്നാൽ അവസാനമായിട്ടില്ല. അവ സംഭവിക്കുകയോ ഇല്ല. അവ ആളുകൾക്ക് സന്തോഷം നൽകും. ഉത്തരം അവയെല്ലാം ആദ്യം സംഭവിക്കേണ്ടതാണ്, എന്നാൽ അവസാനമായിട്ടില്ല. വലിയ ഭൂകമ്പങ്ങളും ക്ഷാമവും പകർച്ചവ്യാധിയും ഉണ്ടാകുമെന്ന് പറയുന്നത് ഭാഗത്തിൻ്റെ തലക്കെട്ട് എന്ത്? ദേവാലയത്തിൻ്റെ നാശത്തെക്കുറിച്ച്, ക്ലേശങ്ങളുടെ ആരംഭം, ജെറുസലേമിൻ്റെ പതനം, മനുഷ്യപുത്രൻ്റെ ആഗമനം. ഉത്തരം ക്ലേശങ്ങളുടെ ആരംഭം. ക്ലേശങ്ങളുടെ കാലത്ത് ആളുകളെ സിനഗോഗുകളിലും കാരാഗൃഹങ്ങളിലും ഏൽപ്പിച്ചു കൊടുക്കും എന്നു പറയുന്നത് ആരുടെ നാമനിമിത്തമാണ്? സീസറിൻ്റെ നാമനിമിത്തം, ഈശോയുടെ നാമനിമിത്തം, പ്രവാചകന്മാരുടെ നാമനിമിത്തം, രാജാക്കന്മാരുടെ നാമനിമിത്തം. ഉത്തരം ഈശോയുടെ നാമം നിമിത്തം. പീഡിപ്പിക്കപ്പെടുമ്പോൾ എന്തു മറുപടി പറയണമെന്ന് മുൻകൂട്ടി ആലോചിക്കേണ്ടയില്ലെന്ന്
ഈശോ പറഞ്ഞത് എന്തുകൊണ്ടാണ്? അവർക്ക് ഇഷ്ടമുള്ളത് പറയാൻ ഈശോ അവർക്ക് വാക്ചാതുര്യവും ജ്ഞാനവും നൽകും. ആരും അവരെ ശ്രദ്ധിക്കില്ല, സത്യം പറയാൻ പാടില്ലാത്തതുകൊണ്ട്. ഉത്തരം: ഈശോ അവർക്ക് വാക്ചാതുര്യവും ജ്ഞാനവും നൽകും. പീഡനത്തിലും ഉറച്ചു നിൽക്കുന്നതിലൂടെ എന്തു നേടുമെന്നാണ് ഈശോ പറഞ്ഞത്? സമ്പത്ത്, അധികാരം, ജീവൻ, അംഗീകാരം. ഉത്തരം: ജീവൻ. ജെറുസലേമിൻ്റെ നാശം അടുത്തിരിക്കുന്നു എന്ന് എങ്ങനെ തിരിച്ചറിയാം? ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോൾ, സൈന്യം ജെറുസലേമിന് ചുറ്റും താവളമടിക്കുമ്പോൾ, പുതിയ രാജാവ് വരുമ്പോൾ, ദേവാലയം പുതുക്കി പണിയുമ്പോൾ. ഉത്തരം: സൈന്യം ജെറുസലേമിന് ചുറ്റും താവളമടിക്കുമ്പോൾ. ഭൂകമ്പങ്ങളെയും ക്ലേശങ്ങളെയും കുറിച്ചുള്ള പ്രവചനങ്ങളെ പഴയ നിയമത്തിലെ ഏതു പ്രവാചകൻ്റെ പുസ്തകത്തിലെ പ്രവചനങ്ങളുമായി ബന്ധപ്പെടുത്താം? യെശയ്യ, ജെറമ്യ, ദാനിയേൽ, എസെക്കിയേൽ. ഉത്തരം: ദാനിയേൽ. വലിയ ഭൂകമ്പങ്ങൾ, ക്ഷാമം, പകർച്ചവ്യാധികൾ എന്നിവയെക്കുറിച്ച് പഴയ നിയമത്തിൽ സമാനമായ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുള്ള സന്ദർഭങ്ങൾ ഏത് പുസ്തകങ്ങളിലാണ് സാധാരണയായി കാണപ്പെടുന്നത്? നിയമപുസ്തകങ്ങൾ, ചരിത്ര പുസ്തകങ്ങൾ, പ്രവാചക പുസ്തകങ്ങൾ, കാവ്യപുസ്തകങ്ങൾ. ഉത്തരം: പ്രവാചക പുസ്തകങ്ങൾ. എൻ്റെ നാമനിമിത്തം നിങ്ങളെ എല്ലാവരും രക്ഷിക്കും എന്ന പ്രസ്താവന പഴയ നിയമത്തിലെ ഏത് വിഷയവുമായി ബന്ധിപ്പിക്കാം? ഇസ്രായേൽ ജനതയുടെ തിരഞ്ഞെടുപ്പ്, പ്രവാചകന്മാരുടെ പീഡനം, ഉടമ്പടിയുടെ നിയമങ്ങൾ, ബലിയർപ്പണങ്ങൾ. ഉത്തരം: പ്രവാചകന്മാരുടെ പീഡനം. അവൻ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ ധനികർ ദേവാലയ ഭണ്ഡാരത്തിൽ നേർച്ചയിടുന്നത് കണ്ടു. ഈ വാക്യം ഏത് അധ്യായത്തിലും വാക്യത്തിലുമാണ് കാണപ്പെടുന്നത്? ലൂക്ക 21:1, ലൂക്ക 21:2, ലൂക്ക 21:3, ലൂക്ക 21:4. ഉത്തരം: ലൂക്ക 21:1. വലിയ ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിലും ക്ഷാമവും പകർച്ചവ്യാധികളും ഉണ്ടാകും. ഭീകര സംഭവങ്ങളും ആകാശത്തു നിന്ന് വലിയ അടയാളങ്ങളും ഉണ്ടാകും. ഈ വാക്യം ഏത് അധ്യായത്തിലും വാക്യത്തിലുമാണ് കാണപ്പെടുന്നത്? ലൂക്ക 21:9, ലൂക്ക 21:10, ലൂക്ക 21:11, ലൂക്ക 21:12. ഉത്തരം: ലൂക്ക 21:11. ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എൻ്റെ വാക്കുകൾ കടന്നു പോകുകയില്ല. ഈ വാക്യം ഏത് അധ്യായത്തിലും വാക്യത്തിലുമാണ് കാണപ്പെടുന്നത്? ലൂക്ക 21:31, ലൂക്ക 21:32, ലൂക്ക 21:33, ലൂക്ക 21:34. ഉത്തരം: ലൂക്ക 21:33. അവൻ പറഞ്ഞു, ദരിദ്രനായ ഈ വിധവ മറ്റെല്ലാവരേക്കാൾ കൂടുതൽ നിക്ഷേപിച്ചിരിക്കുന്നു എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് ആരോടാണ് പറഞ്ഞത്? ശിഷ്യന്മാർ ഈശോയോട്, ഈശോ ശിഷ്യന്മാരോട്, ജനക്കൂട്ടം ഈശോയോട്, ധനികർ ഈശോയോട്. ഉത്തരം: ഈശോ ശിഷ്യന്മാരോട്. നിങ്ങൾ കാണുന്നവ കല്ലിന്മേൽ കല്ലു ശേഷിക്കാതെ തകർക്കപ്പെടുന്ന സമയം വരുന്നു എന്ന് ആരോടാണ് പറഞ്ഞത്? ആളുകൾ ഈശോയോട്, ഈശോ ആളുകളോട്, ശിഷ്യന്മാർ ഈശോയോട്, ഈശോ ശിഷ്യന്മാരോട്. ഉത്തരം: ഈശോ ആളുകളോട്. ഗുരു, ഇത് എപ്പോഴാണ് സംഭവിക്കുക? ഇതെല്ലാം സംഭവിക്കാൻ തുടങ്ങുന്നതിൻ്റെ അടയാളം എന്താണ്? ആരോടാണ് ഇത് ചോദിച്ചത്? ഈശോ ശിഷ്യന്മാരോട്, ശിഷ്യന്മാർ ഈശോയോട്, ആളുകൾ ഈശോയോട്, ഈശോ ജനക്കൂട്ടത്തോട്. ഉത്തരം: ശിഷ്യന്മാർ ഈശോയോട്. വിമോചനം സമീപിച്ചിരിക്കുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ എന്തു ചെയ്യാനാണ് ഈശോ ആവശ്യപ്പെടുന്നത്? ഉത്തരം: ഇവ സംഭവിക്കാൻ തുടങ്ങുമ്പോൾ ശിരസ്സുയർത്തി നിൽക്കാനാണ് ഈശോ ആവശ്യപ്പെടുന്നത്. കാരണം ക്ലേശങ്ങളുടെയും അടയാളങ്ങളുടെയും പൂർത്തീകരണം അവരുടെ വിമോചനം സമീപിച്ചു എന്നതിൻ്റെ സൂചനയാണ്.